വരാം. അല്ല, കേരളത്തിന് എന്ത് കിട്ടിയെന്നല്ല ഞാൻ അതിലേക്ക് വരാം. അതെ, കേരളത്തിൽ അത് നേരത്തെ രണ്ടുപേരും പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പം അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം 48,000 കോടി രൂപ ഇപ്പോൾ ഉണ്ട്. അതേസമയം നിങ്ങൾ ആലോചിക്കാനുള്ളത്, ഒന്നാമത്തെ നിങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഈ പദ്ധതിക്ക് ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. ഏകദേശം 2,500 ബ്ലോക്കുകളിൽ പുതിയ പാക്കേജ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതല്ല, കൂടുതൽ ആനുകൂല്യം കൊടുത്ത പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 4,000 ബ്ലോക്കുകളിൽ തുടരുന്നത് പോലെ തുടരാൻ പറഞ്ഞു. അതുമാത്രമല്ല, സുരേഷ് പറഞ്ഞൊരു കാര്യം, ഈ 100 ദിവസങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? ഞങ്ങളുടെ ഗവൺമെൻറ് ചെയ്തത് അത് ഈ സാലറി ബാങ്കിൽ കൂടിയാക്കി. നിങ്ങൾ തൊഴിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 48 hours നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും, കയ്യിലല്ല ക്യാഷ് കൊടുക്കുന്നത്. അപ്പൊ അത് ചെയ്തിട്ടുള്ളത് സംസ്ഥാനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നു. പറഞ്ഞോളൂ. അല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി പരമാവധി പരിശോധിക്കണം. എല്ലാ ജില്ലകളിലും 28, 30, 40 കോടി രൂപയുടെ വേജ് പെൻഡിങ് ഉണ്ട്. എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലി കൊടുക്കാനുള്ളത് പെൻഡിങ് ഉണ്ട്. അത് കേന്ദ്ര സമയത്ത് കൊടുക്കാത്തോണ്ടാ, കേന്ദ്രം കൊടുക്കാത്തോണ്ടാ അല്ല. എന്ന് മാത്രമല്ല, എനിക്കിപ്പോൾ MP രാജേഷ് ഈ ചർച്ചയിൽ പങ്കുചേരാണ്. രാജേഷിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ശ്രീ ഷൈജു മോനി, BPL താഴെയുള്ളവർക്ക് കേന്ദ്രത്തിന്റെ ഒരു പെൻഷൻ പോലെയുള്ള സഹായമുണ്ട്. അത് കേവലം 200 രൂപയാണ്. ഇപ്പോഴും അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. പെൻഷൻ ടോട്ടൽ ഫണ്ട് അലോക്കേഷനും വളരെ വലിയ മാറ്റം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഫസൽ ബീമ യോജനയുടെ കാര്യം വീണ്ടും പറഞ്ഞു. ഈ പോളിസീസ് ഇപ്പോൾ 33% നാശം നന്നാലും കൊടുക്കുന്നതൊക്കെ നല്ലതാണ്, ഗവൺമെന്റ് വിഷനാണ്, നല്ലതാണ്. പക്ഷെ അതിന് ഫണ്ട് എവിടെ? ഞാൻ പറയുന്നത്, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 4,000 കോടി രൂപ കുറച്ചിരിക്കുകയാണ് എല്ലാ MP രാജേഷ് എന്താണ് താങ്കളുടെ ഒരു വിശകലനം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട്? എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, അങ്ങേക്ക് ഇന്ന് പാർലമെന്റിൽ പോലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, DYFയുടെ അഖിലേന്ത്യാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്. എങ്കിലും താങ്കളുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ എന്താണ്? തീർച്ചയായിട്ടും ബജറ്റ് രേഖകൾ നേരിട്ട് ലഭ്യമായിട്ടില്ല. ഇൻ്റർനെറ്റിലൂടെ ലഭ്യമായിട്ടുള്ള രേഖകൾ, കണക്കുകൾ ആണ് ഇപ്പോൾ അവലംബമായിട്ടുള്ളത്. അതനുസരിച്ച് നോക്കുമ്പോൾ ഈ ബജറ്റിനെ നമ്മൾ കാണേണ്ടത് വലിയ സാമ്പത്തിക വളർച്ച ഇടിവ് പ്രവചിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ വന്ന ബജറ്റാണിത്. IMF മുതൽ ഇന്നലെ സർക്കാരിൻ്റെ തന്നെ സാമ്പത്തിക സർവേ വരെ ഏതാണ്ട് 1% വരെ സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാവും എന്ന് പ്രവചിച്ചിരിക്കുന്നു. 1% സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ട തൊഴിലുകൾക്ക് പുറമെ വൻതോതിലുള്ള തൊഴിൽ നഷ്ടം, ജോബ് ലോസസ് ഉണ്ടാവുക എന്നതാണ്. വലിയ സാമ്പത്തിക കെടുതികൾ വരാനിരിക്കുന്നു എന്ന സൂചനകളാണ് ഈ പ്രവചനങ്ങളെല്ലാം തന്നെ നൽകുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ധനകാര്യമന്ത്രി ഈ സാഹചര്യത്തെ അഭിസംബോധന ചെയ്യേണ്ടതായിരുന്നു. അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാനും ഉതകുന്ന തരത്തിൽ സർക്കാരിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ നേരെ മറിച്ചുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാം. വിശദമായിട്ട് ഓരോ മേഖലയിലെ കുറിച്ചും വരാം. ആ കണക്കുകളെല്ലാം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പൊതുവിലൊരു ഉദാഹരണം ഞാൻ പറയാം. ധനകാര്യമന്ത്രി വലിയ അഭിമാനത്തോടൊരു പ്രഖ്യാപനം അവിടെ നടത്തിയതായിട്ട് മനസ്സിലാക്കുന്നു. 3.5% വരെ FRBM കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ധനക്കമ്മി 3.5% വരെ പ്രത്യേക സാഹചര്യത്തിൽ പോകാമെങ്കിലും ആ സാധ്യത ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നും പറഞ്ഞ് അദ്ദേഹം 3.2% ചുരുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 0.3%, ഏതാണ്ട് 45,000-50,000 കോടി രൂപ കൂടി സർക്കാരിന് അധികം ചെലവഴിക്കാമായിരുന്നിട്ടും ആ സാധ്യത ഉപേക്ഷിച്ച് കടുത്ത ചെലവ് ചുരുക്കലിൻ്റെ ബജറ്റാണ് ഈ ഒരു തരം റിസഷൻ്റെ സ്വഭാവം കാണിക്കുന്ന സാമ്പത്തിക സാഹചര്യത്തിലും ധനമന്ത്രി തുടരുന്നത്. ഇനി ഇവിടെ കുറേ കൊട്ടിഘോഷിച്ച കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും വലിയ തകർച്ച നേരിടുന്ന ഒന്ന് ഗ്രാമീണ മേഖലയിലാണ്. ആളുകളുടെ വാങ്ങൽ ശേഷി വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുന്ന എക്കണോമിക് സർവേ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചരക്കുകൾക്കും സേവനങ്ങൾക്കുമുള്ള ആളുകളുടെ ഡിമാൻഡ് കുറയുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, തൊഴിലുറപ്പിന് 48,000 കോടി രൂപ അനുവദിച്ചു, വലിയ നേട്ടമാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കണക്കാക്കിയാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്കാകെ 45 ദിവസം തൊഴിൽ കൊടുക്കാൻ മാത്രം പര്യാപ്തമായ തുകയാണിത്. നിയമപ്രകാരം 100 ദിവസം തൊഴിൽ കൊടുക്കണമെന്നാണ്. അതിൻ്റെ പകുതി പോലും കൊടുക്കാൻ തികയാത്ത തുകയാണ് ഇപ്പോൾ അനുവദിച്ചത്, കൊട്ടിഘോഷിക്കുന്നത്. എന്താ വർധനവ്? കഴിഞ്ഞ തവണ ചെലവിട്ടത് 47,400 കോടി രൂപ, ഇപ്പം 48,000, 600 കോടിയുടെ തുച്ഛമായിട്ടുള്ള വർധനവ്.
ഇനി കാർഷിക മേഖലയുടെ കാര്യം എടുത്തു നോക്കുക. കാർഷിക മേഖലയുടെ കാര്യത്തിൽ കാർഷിക മേഖലയ്ക്കുള്ള വിഹിതം യഥാർത്ഥത്തിൽ അല്ല, ഇത് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 38,000 ആയിരുന്നില്ലേ? 38,000 പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നപ്പോ 47,000 ഒന്ന് ക്ഷമിക്കൂ, 38,000 ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് വന്നിട്ട് റിവൈസ്ഡ് വന്നപ്പോൾ 47,500-400 വരെ ചെലവാക്കി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഇപ്പൊ 48,000 പ്രഖ്യാപിക്കപ്പോ അത് ജെയ്റ്റ്ലിയുടെ മറ്റൊരു വലിയ അവകാശവാദം കൂടിയായിരുന്നു. അതായത് ഈ ബജറ്റ് എസ്റ്റിമേറ്റ് റിവൈസ്ഡ് എസ്റ്റിമേറ്റിലേക്ക് വരുമ്പോൾ അധികരിക്കുന്നു എന്നത് ജെയ്റ്റ്ലിയുടെ കാലത്ത് കാണുന്ന ഒരു അനുകൂല സാഹചര്യമാണെന്നും UPA ബജറ്റുകളിൽ അങ്ങനെ ആയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, തെറ്റായ കാര്യം. അത് തെറ്റാണെന്ന് സ്ഥാപിക്കാവുന്ന കണക്കുകൾ എൻ്റെ കൈവശം ഇപ്പോഴുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ അധികരിച്ചത്? അത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 12,000 കോടി രൂപയുടെ കുടിശ്ശിക കൊടുത്തു തീർക്കേണ്ടി വന്നതുകൊണ്ടാണ്. അല്ലാതെ കഴിഞ്ഞ വർഷം ചെലവഴിച്ചതല്ല ഇത് മുഴുവൻ. കഴിഞ്ഞ വർഷം ചെലവഴിച്ചിട്ടുള്ള തുകയല്ല. കുടിശ്ശിക 12,000 കോടി രൂപയുടേതാണ് ഉണ്ടായിരുന്നത് എന്ന് ഓർമ്മിക്കണം. ഇനി ജെയ്റ്റ്ലിയുടെ അവകാശവാദം തെറ്റാണ്. കാരണം റിവൈസ്ഡ് എസ്റ്റിമേറ്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒട്ടേറെ മേഖലകളിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1.86% നിന്ന് 1.84% കുറഞ്ഞിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കുന്ന ഊന്നലിനെ കുറിച്ച് വാചാലനായിട്ട് പ്രസംഗിക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ 0.2% നാമമാത്രമാണെങ്കിലും കുറവാണുണ്ടായത്, വർദ്ധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൃഷി, അതുപോലെ സഹകരണം, കാർഷിക ഫാർമർ വെൽഫെയർ ഈ മേഖലകളിൽ 1.98% നിന്ന് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വരുമ്പോൾ 1.95%, 0.3% കുറയുകയാണ് ചെയ്യുന്നത്. ജെയ്റ്റ്ലി അവകാശപ്പെടുന്നത് ശരിയല്ല. റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ സർക്കാരിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 1.95% കുറയുകയാണ് ചെയ്തത്, 0.3% കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അവകാശവാദങ്ങൾക്ക് ക്ഷാമമൊന്നുമില്ല. പക്ഷെ ആ അവകാശവാദങ്ങൾ നിരക്കുന്നതല്ല, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. വേറൊന്നുകൂടി ഞാൻ പറയാം, വേറൊരു കണക്ക് കൂടി പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, കാർഷിക മേഖലയുടെ കാര്യം പറഞ്ഞു. മറ്റൊന്ന് കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസം, സാക്ഷരത എന്നിവയ്ക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വരുമ്പോൾ 0.6% കുറയുകയാണ് ചെയ്തത്. 2.20% നിന്ന് 2.16% കുറഞ്ഞു. അപ്പോൾ ഈ കണക്കുകളെല്ലാം അവകാശവാദങ്ങളെല്ലാം തെറ്റാണ്. യാഥാർത്ഥ്യം കാണിക്കുന്നത് കടുത്ത ചെലവ് ചുരുക്കൽ അടിച്ചേൽപ്പിച്ച, യഥാർത്ഥത്തിൽ സർക്കാരിന് FRBM കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഉപയോഗിക്കാമായിരുന്ന ഒരു ഫിസ്ക്കൽ സ്പേസ് പോലും ഉപയോഗിക്കാതെ കടുത്ത ചെലവ് ചുരുക്കൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ബജറ്റാണ്. ഏതൊരു കാലത്താണെന്ന് ആലോചിക്കണം. റിസഷന്റെ സൂചനകൾ പ്രകടമായി തീരുന്ന, എക്കണോമിക് സർവേ തന്നെ മാന്ദ്യത്തിന്റെ സൂചനകൾ പ്രവചിക്കുന്ന ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ UPയും പഞ്ചാബും ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. എന്നിട്ട് പോലും അങ്ങീ പറയുന്ന തരത്തിലുള്ള പോപ്പുലിസ്റ്റായ ഒരു ബജറ്റായി ഇത് മാറാതിരിക്കുന്നത് എന്തുകൊണ്ടാകാം? ആ കാര്യം കൂടെ നാം പരിശോധിക്കേണ്ടതാണല്ലോ. ഇപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ ഇത് എക്കണോമിക് ബജറ്റുമല്ല, പോപ്പുലിസ്റ്റ് ബജറ്റുമല്ല, രണ്ടുമല്ലാത്ത സ്വഭാവത്തിലൊരു ബജറ്റ് എന്തുകൊണ്ട് മോദിയെ പോലൊരാൾ തന്നെ താരമായി ഇപ്പോൾ ഫലത്തെ ആകാംക്ഷയോടെ നോക്കുന്ന ഈ പഞ്ചാബിലും UPയിലും ഇങ്ങനെ ഒരു ബജറ്റുമായി പോകുന്നു BJP? നോക്കൂ, അത് ഈ സർക്കാരിന്റെ നയപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ഫലമാണ്. ഡിമോണിറ്റൈസേഷൻ വഴി സർക്കാർ തന്നെ രൂക്ഷത വർദ്ധിപ്പിച്ചൊരു പ്രതിസന്ധിയെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ ഗവൺമെന്റ്. സർക്കാരിന്റെ തന്നെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വരുമാന വർധനവ് ഉണ്ടായിട്ടില്ല. റിസോഴ്സ് മൊബിലൈസേഷന്റെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള അതിന്റെ നിരക്ക് വർദ്ധിച്ചിട്ടില്ല എന്ന് കാണാൻ പറ്റും. ഒരു പ്രതിസന്ധിയെ സർക്കാർ അഭിമുഖീകരിക്കുകയാണ്. അതേസമയം ഈ സർക്കാർ പിന്തുടരുന്ന നയങ്ങൾ, ആ നയങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുന്നതിന്, ചെലവുകൾ കൂട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള നയവുമല്ല. അപ്പോൾ ഈ നയപരമായിട്ടുള്ള പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച തരത്തിലുള്ള നടപടികൾ പോലും സ്വീകരിക്കാതിരിക്കാൻ കാരണം. ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം, അല്പമെങ്കിലും കാർഷിക കടത്തിന് ആശ്വാസമോ ഇളവുകളോ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ്. അതുപോലും ഉണ്ടായിട്ടില്ല എന്ന് നോക്കണം. കാർഷിക കടാശ്വാസം ഉണ്ടായിട്ടില്ല. പലിശ നിരക്ക്, ഇത്രയും ഫണ്ട് ബാങ്കുകളിൽ വന്നു, ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ വന്നു എന്ന് പറഞ്ഞിട്ടും കാർഷിക കടത്തിനുള്ള പലിശ നിരക്കിൽ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തതുപോലെയുള്ള കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഗവൺമെന്റിന്റെ നയങ്ങളുടെ പാപ്പരത്ത് ഒരു ബാങ്ക്രപ്സിയാണ് കാണിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ